ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ ക്രോഷേ ഡ്രീംസ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇത് ഞാൻ കുറച്ച് നാൾക്ക് ശേഷമാണ് വീഡിയോ ഇടുന്നത്. വർക്കിൻ്റെ ഒക്കെ തിരക്കിലായിരുന്നു. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ക്രോഷേ ബോയാണ്. സോ ഇത് നമുക്കൊന്നെങ്കിൽ കീ ചെയിനായിട്ടൊക്കെ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രിസ്മസിനൊക്കെ ഡെക്കോറായിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. കീ ചെയിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ കീ റിങ് വാങ്ങാൻ കിട്ടും. അതിൻ്റെ ഈ റിങ് ഇതിൽ ഈ ബാക്കിലായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ബാഗിലാണ് ബാഗ്, കീയിലാണ് കീ, അങ്ങനെ കണക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ഇതിൻ്റെ വീഡിയോയിലോട്ട് നമുക്ക് പോയാലോ? ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം. അതിന് നിങ്ങൾക്ക് ആദ്യമേ ഈ യാണിൻ്റെ ഒരു ഇത്രയും ലെങ്ത്ത് വിട്ടേക്കുക, എന്നിട്ട് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. സോ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നതിന് ഇതിങ്ങനെ റാപ്പ് ചെയ്യുക, എക്സ് പോലെ പിടിക്കുക, എന്നിട്ട് നമ്മുടെ ക്രോഷേ ഹുക്കിനെ കയറ്റിയിട്ട് ഈ യാണിനെ ഇങ്ങനെ വലിച്ചെടുക്കുക. സോ സ്ലിപ്പ് സ്റ്റിച്ച് റെഡി ആയിട്ടുണ്ട്. ഒത്തിരി അങ്ങ് ടൈറ്റ് ആക്കണ്ട, എന്നാൽ ഒത്തിരി ലൂസും ആക്കണ്ട, ആ ഒരു ലെവൽ. എന്നിട്ട് നമ്മുടെ കയ്യെ കൂടെ ചുറ്റുക, ആ ഒരു ടെൻഷൻ കിട്ടാനായിട്ട്. ദെൻ നമുക്കിവിടെ ഒരു 22 ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. ഓക്കെ, 22 ഞാൻ ചുമ്മാ എടുത്തതന്നേ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ 20 ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ട് കിട്ടിയതാണ്. അപ്പോൾ അതിനെക്കാട്ടിലും ഒരു പൊടിക്ക് അങ്ങനെ വ്യത്യാസം അറിയത്തില്ലായിരിക്കും. ഞാൻ ചുമ്മാ 22 എടുത്തതന്നേ ഉള്ളൂ. നിങ്ങൾക്ക് അപ്പോൾ ഇതിനെക്കാട്ടിലും വീതി ലെങ്ത് ഇതിൻ്റെ കൂട്ടണമെങ്കിൽ അത് ഇൻക്രീസ് ചെയ്യുക ചെയിൻ സ്റ്റിച്ച്, അല്ലെങ്കിൽ അതോ ടൈനി ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഇച്ചിരി കൂടെ ചെറുത് മതിയെങ്കിൽ അത് ചെയിൻ സ്റ്റിച്ചിൻ്റെ എണ്ണം കുറയ്ക്കുക, 16 14 വല്ലതും എടുക്കും. ഓക്കെ, നമുക്ക് ചെയിൻ ചെയ്യാൻ yarn over ചെയ്യുക, എന്നിട്ട് ഇതിനെ വലിക്കുക. സോ ഫസ്റ്റ് ചെയിൻ ചെയ്തു. അങ്ങനെ നമുക്ക് 22 ചെയ്യണം. ഓക്കെ, 2 3 4 5 6 7 8 9 10 11 12 13 14 16 17 18 19 20 21 and 22. സോ നമ്മളിവിടെ 22 ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സിംഗിൾ ക്രോഷയാണ് ചെയ്യേണ്ടത്. ഇത് ഭയങ്കര ഈസി ആട്ടോ. എല്ലാ വീഡിയോയിലും ഞാൻ ഈസി, പക്ഷേ ഇത് ഭയങ്കര ബിഗിനർ ഫ്രണ്ട്ലി ആണ്, സൂപ്പർ ഈസിയാണ്. സോ അതിന് ഈ ആദ്യത്തെ ഈ ചെയിന് സ്കിപ്പ് ചെയ്തിട്ട് ഈ രണ്ടാമത്തേതിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ഓക്കെ, സിംഗിൾ ക്രോഷ ചെയ്യാൻ ഇതിലുള്ളത് നമ്മൾ കൂട്ടത്തില്ല. എന്നിട്ട് ഈ ഫസ്റ്റ് വൺ സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡ് വണ്ണയിൽ സിംഗിൾ ക്രോഷ ചെയ്യുക. സിംഗിൾ ക്രോഷ ചെയ്യുന്ന എങ്ങനെയാണ്, ഇതിൽ കൂടെ കയറ്റിയിട്ട് yarn over ചെയ്ത് ആ യാണിനെ വലിക്കുക, ആൻഡ് പിന്നെയും yarn over ചെയ്തിട്ട് ഈ രണ്ടിൻ്റെ അകത്തൂടെ വലിച്ചെടുക്കുക. സോ ഫസ്റ്റ് സിംഗിൾ ക്രോഷ ചെയ്തു. അങ്ങനെ എല്ലാ എല്ലാ ചെയിൻ സ്റ്റിച്ചിൽ കൂടെ നമ്മൾ സിംഗിൾ ക്രോഷ ചെയ്യണം. ഇപ്പോൾ ഇത് കണ്ടോ, ഇതിൽ കൂടെ ചെയ്തു. ഇനി നമ്മൾ ഇതിൽ കൂടാണ് ചെയ്യാൻ പോകുന്നത്, സെക്കൻഡ് സിംഗിൾ ക്രോഷ. ഓക്കെ, സെക്കൻഡ് സിംഗിൾ ക്രോഷേ ചെയ്തു. ഇനി അടുത്തത് ഇതിൽ കൂടെ. സോ അറ്റ് ദ എൻഡ് വരെ ഞാൻ സ്ലോ ആയിട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഓടിച്ചു വിടണമെങ്കിൽ ഓടിച്ചു വിടാം, പോസ് ചെയ്യണമെങ്കിൽ പോസ് ചെയ്യാം. ഇത് ഭയങ്കര സിമ്പിളായതുകൊണ്ട് ഞാനിനിയും എങ്ങനെയാണെന്ന് പറയുന്നല്ലോ. ഓക്കെ, എല്ലാ ലൂപ്പിൽ കൂടെയും ചെയ്യാൻ വിട്ടുപോകരുതൊന്നുപോലും, അത് നോക്കണം, അല്ലെങ്കിൽ അതിനൊരു ഇംപെർഫെക്ഷൻ വരും. സോ നമുക്കിതൊന്ന് കുറച്ച് പ്രാക്ടീസ് ആയാൽ ഭയങ്കര സ്മൂത്തായിട്ട് ചെയ്തു പോകാവുന്നതാണ്. ഇത് ഞാൻ പഠിക്കാൻ കാരണമെന്ന് പറഞ്ഞാൽ എൻ്റെ ഓഫീസിൽ എനിക്കൊരു കൊളീഗ് ഉണ്ടായിരുന്നു. അത് എന്നും ഈ നൂൺ ടൈമിൽ ഇരുന്ന് ഇത് ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ഓരോന്നോരോന്ന് പുതിയ സ്കില്ല് പഠിച്ചെടുക്കാൻ ഭയങ്കര താല്പര്യമാണ്. അപ്പം ഞാൻ ചോദിച്ചു, അപ്പം ഒരു ഹെസിറ്റേഷനും ഇല്ലാതെ എനിക്ക് പറഞ്ഞു തന്നു. ഐ ജസ്റ്റ് കണ്ടിന്യൂ ഡൂയിങ് ദാറ്റ്. സോ നമുക്ക് ഒരാൾക്കൊരു സ്കില്ല് ഷെയർ ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് നമുക്കൊന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. ജസ്റ്റ് നമുക്ക് അറിവ് നേടാം, അവർക്ക് അറിയാവുന്നത് നമുക്ക് തിരിച്ചു പറഞ്ഞു തരും, അത്രയൊക്കെ ഉള്ളൂ. എനിക്കറിയാമെന്ന് പറഞ്ഞ് നമ്മൾ ഒരിക്കലും അഹങ്കരിച്ചിരിക്കരുത്. എല്ലാവരും നമ്മൾ ഇതിനൊക്കെ ഞാനിങ്ങനെ വലിയ ഫിലോസഫി അടിക്കുന്നതെന്ന് ഓർക്കും. ഞാൻ സാധാ പൊതു കാര്യങ്ങളിലൂടെ ഓർത്തിട്ടാണ് പറയുന്നത്. ഇതിങ്ങനെ വളഞ്ഞൊക്കെ വരും, അത് മൈൻഡ് ആക്കണ്ട, അത് നമുക്ക് സെറ്റാക്കാം. എല്ലാ ചെയിനും കൂടെയും ഈ സിംഗിൾ ക്രോഷേ ചെയ്യാൻ നോക്കുക, ഒന്നുപോലും വിട്ടുപോകാതെ. പിന്നെ ഒന്ന് ചെയ്തതിൽ തന്നെ പിന്നെയും ചെയ്യാതെ നോക്കുക, ശ്രദ്ധിച്ച് ചെയ്യുക, അത്രേ ഉള്ളൂ.
ഓക്കെ, ഫൈനലാണ്. ദാറ്റ്സ് ഇറ്റ്. സോ നമ്മളിവിടെ ഇത്രയും ചെയിൻ സ്റ്റിച്ചുകളിൽ കൂടെ സിംഗിൾ ക്രോഷേ ചെയ്ത് കഴിഞ്ഞു. ഇനിയും നമുക്ക് അടുത്ത ലെവൽ മീൻസ് അടുത്ത ലെയർ ചെയ്യാൻ പറ്റും. ഇത് ഞാൻ ആകെ 2 ലെയർ സിംഗിൾ ക്രോഷേ ചെയ്തിട്ടുള്ളൂ, അപ്പോൾ അതുകൊണ്ടാണ് ഒരു ചെറുതായിട്ട് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ഒരു സിംഗിൾ ക്രോഷേ ചെയ്തു. നമുക്കൊരു 2 ലെയറോ 3 ലെയറോ ചെയ്യാം, നമുക്ക് നോക്കാം. ഓക്കെ, ഇനി അതിന് അടുത്ത ലെയർ ആക്കാൻ തിരിക്കുന്നതിന് വേണ്ടി അതിൻ്റെ ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞില്ല, അതിൻ്റെ ഒരു ലെങ്ത്തിന് സിംഗിൾ ക്രോഷയുടെ ഒരു ലെങ്ത്തിന് ഒരു ചെയിൻ ചെയ്യുക. ഓക്കെ, ആൻഡ് ദെൻ ജസ്റ്റ് ഫ്ലിപ്പ് ഇറ്റ്. എന്നിട്ട് പിന്നെയും സിംഗിൾ ക്രോഷേ തന്നെയാണ് ചെയ്യുന്നത്. ഇവിടെ സിംഗിൾ ക്രോഷേ ചെയ്യുമ്പോൾ ഇതിപ്പം നമ്മൾ ഇത് ചെയ്ത ആദ്യത്തെ ചെയിനാണ്, അത് സ്കിപ്പ് ചെയ്തിട്ട് ഈ വി പോലില്ലേ ഇങ്ങനെ, ഇത് കണ്ടോ ഈ വി, ഇത് വി, ഇതിൻ്റെ അകത്തൂടാണ് ചെയ്യേണ്ടത് അടുത്ത സിംഗിൾ ക്രോഷേ. അപ്പോൾ ആ മേലത്തെ ആ 2ൻ്റെ ഇടയ്ക്കൂടെ കയറ്റുന്ന പോലെയല്ല, കയറ്റിയിട്ട് യാണിനെ വലിക്കുക, ദെൻ പിന്നെയും യാൺ ഓവർ ചെയ്ത് വലിക്കുക. സെയിം മെത്തേഡാണ്. ആദ്യം നമ്മൾ ചെയിൻ ചെയ്തു, പിന്നെ സിംഗിൾ ക്രോഷേ ചെയ്തു, പിന്നെ അടുത്ത ലെവലിലോട്ട് കയറാൻ ഒരു ചെയിൻ ചെയ്തിട്ട് പിന്നെയും സിംഗിൾ ക്രോഷേ. ഇത് തന്നെയാണ് ഇതിനകത്ത് റിപ്പീറ്റ് ചെയ്യുന്നത്. സോ ഇനി അടുത്ത ലൂപ്പിൽ കൂടെ കയറ്റി നമ്മൾ സിംഗിൾ ക്രോഷേ ചെയ്യുവാണ്. സെയിം റിപ്പീറ്റ്. നിങ്ങൾക്ക് ഓടിച്ചുവിടണേ ഓടിച്ചുവിട്ടോ കേട്ടോ, ഞാൻ കുറച്ച് സ്ലോ ആയിട്ട് കാണിക്കാം. ആദ്യത്തെ കുറച്ച് സ്റ്റിച്ച് നോയ്സ് ആണെന്ന് തോന്നുന്നു ബാക്ക്ഗ്രൗണ്ടിൽ, അപ്പോളജീസ്. ആൻഡ് ദെൻ തീർന്നെന്ന് വിചാരിക്കല്ലേ, ദേ ഇവിടെ ഒന്നും കൂടെ ഉണ്ട്, അതിൽ കൂടെയും ചെയ്യുക കേട്ടോ. അത് ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്നതേ ഉള്ളൂ, പക്ഷെ അതിൽ കൂടെ ചെയ്യുക. അതാണ് നമ്മുടെ ലാസ്റ്റ് ലൂപ്പ്. ഓക്കെ, നമ്മളപ്പം എല്ലാത്തിൽ കൂടെയും സിംഗിൾ ക്രോഷേ ചെയ്തിട്ടുണ്ട്. കണ്ടോ ഒരു ഇത്രയും തിക്നെസ്. ഞാൻ ആകെ ഇതിന് ഇത്ര തിക്നെസ്, ഇത് ഞാൻ ആകെ ഈ 2 സെക്കൻഡ് ലെയർ സിംഗിൾ ക്രോഷേ വരെ ചെയ്ത് നിർത്തിയതാണ്. നമുക്കിതിന് ഒന്നുകൂടെ ചെയ്ത് നോക്കാം എന്തോരം തിക്നെസ് കിട്ടുമെന്ന്, എന്നിട്ട് അടുത്തത് വേണോ വേണ്ടയോ എന്ന് നമുക്ക് തീരുമാനിക്കാം. സോ ഇനി അടുത്ത ലെയർ ആക്കാനായിട്ട് പിന്നെ ഒരു ചെയിൻ 1 ചെയ്യുക, ദെൻ ഫ്ലിപ്പ് ഇറ്റ്. ഇനിയും ഇത് നമ്മളിപ്പോൾ ചെയ്ത ചെയിൻ 1 ആണ്. ഈ ആദ്യത്തെ ഈ വിയിൽ കൂടാണ് ഇങ്ങനെ ഈ 2ഉം കൂടെ അങ്ങനെയാണ് നമ്മൾ സിംഗിൾ ക്രോഷേക്ക് ചെയ്യേണ്ടത്. സോ ലെറ്റ്സ് മീറ്റ് അറ്റ് ദ എൻഡ്. വീഡിയോ കുറച്ച് ഞാൻ സ്പീഡാക്കുവാണ്, കാരണം നമ്മൾ നേരത്തെ സെയിം ചെയ്തത് തന്നെയാണ് ഈ സ്റ്റെപ്പിലും ചെയ്യുന്നത്. നമ്മൾ അതിൻ്റെ വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യുന്നതാണ്. എല്ലാവർക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഡൗൺ, ഐ വിൽ ക്ലാരിഫൈ ദ ഡൗട്ട്സ്. അല്ലെങ്കിൽ ഇപ്പം എൻ്റെ വീഡിയോയ്ക്ക് ക്ലാരിറ്റി കുറവോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്നതിന് എന്തെങ്കിലും ഇല്ലാഴികയോ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഡൗൺ, ഞാൻ അത് വെച്ച് ഇമ്പ്രൂവ് ചെയ്തോളാം. ഇപ്പം നമുക്ക് ഒരു ലെയർ കൂടായി. ഒരു ബോ ആകുമ്പോൾ ഇത്രയും തിക്നെസ് പോരെ, നമുക്ക് ഒരു ലെയർ കൂടെ ചെയ്യാം. ആകുമ്പോൾ അതിൻ്റെ വ്യത്യാസം ഇത് കണ്ടോ, ഒരു ലെയർ കൂടെ നമുക്ക് ഓക്കെ, ഒരു ലെയർ കൂടെ ചെയ്യാം. അതിനെന്താ നമ്മൾ ചെയ്യേണ്ടത്? ചെയിൻ 1. ഓക്കെ, ലാസ്റ്റ് 1 ആണ്, മിസ്സായി പോകരുത്. ദാറ്റ്സ് ഇറ്റ്.
ഓക്കെ, എന്നിട്ട് ഉണ്ടോ നമ്മളിപ്പോൾ ഇത്രയും ലെയർ ചെയ്തു, ഒരു ഇത്രയും തിക്നെസ്സിൽ കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ഇത്രയുള്ള ഇതൊന്നും ഇപ്പോൾ ചെയ്തതെന്ന് പറഞ്ഞത് ഇതിൻ്റെ ഈ മോൾ ഭാഗം ഉണ്ടല്ലോ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിനെ എന്നിട്ട് ഇങ്ങനെ ചെയ്ത് തയ്ച്ചതാണ് ഇതിങ്ങനെ ഇരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിനെ നമുക്ക് ഇനിയും എന്തുവാ സ്റ്റിച്ച് ക്ലോസ് ചെയ്യാം. അതിന് ഇങ്ങനെ ഒന്നുകൂടെ ചെയിൻ ചെയ്യുക. ദെൻ നമുക്കിത് കട്ട് ചെയ്യണം. ഒരു കട്ട് ചെയ്യുമ്പോൾ നിങ്ങളൊരു 30 സെൻറ്റിമീറ്റർ എക്സ്ട്രാ ഇടുക. ഒരു 30 സെൻറ്റിമീറ്ററോളം എടുത്ത് കട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇത് 30 സെൻറ്റിമീറ്ററോളം നീളം എടുത്തിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഈ നമ്മുടെ ഹുക്ക് അതിൽ നിന്ന് ഇങ്ങനെ വലിച്ചെടുക്കുമായിരുന്നു. അപ്പോൾ അത് ഇവിടെ സെക്യൂറായി. ഇനി ഇത് ഊരി പോകില്ല. ഒരു കെട്ട് വീണിട്ടുണ്ട് അവിടെ. ഞാനത് കാണിക്കാൻ മറന്നുപോയി. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഒരു പീസ് കൂടെ ചെയ്യണം. അതാണ് ഇതിൻ്റെ ഈ ബോയുടെ ഈ പീസ് എന്ന് പറയുന്നത്. അപ്പം അത് ചെയ്യുമ്പോൾ ഞാൻ അവസാനം കാണിക്കാം അതെങ്ങനെ ഊരിയെടുത്തതെന്ന്. അത് ക്വൈറ്റ് ഈസിയാണ്, പക്ഷെങ്കിൽ കാണാത്തവർക്ക് വേണ്ടി ഞാൻ കാണിക്കാം. നിങ്ങൾക്ക് പിന്നെ ഇതിൻ്റെ ഇവിടുത്തെ ഈ വീതി, ഇതിൻ്റെ അത്രയും വീതി തന്നെ ഇവിടെ വേണ്ടെങ്കിൽ ഈ സിംഗിൾ ക്രോഷേ ചെയ്തത് 1-2 ലെയർ അങ്ങ് കുറച്ചാൽ മതി. പിന്നെ അത്രയും ലെങ്ത്തും വേണ്ടെങ്കിൽ ആ ചെയിൻ ചെയ്തതിൻ്റെ എണ്ണം കുറയ്ക്കുക. ഒരു 16 അല്ല 18. ഇപ്പം നമ്മൾ 22 അല്ലേ, ഇത് 18 വല്ലതും ചെയ്താൽ മതി. ഞാനിപ്പം സെയിം ആണ് എല്ലാം ചെയ്യുന്നത്. 22 ചെയിൻ സ്റ്റിച്ചും ആൻഡ് ഒരു 3 ലെയർ സിംഗിൾ ക്രോഷയും കൂടെ ചെയ്യുന്നുണ്ട്. അതേപോലെ സെയിം ചെയ്തിട്ട് ഞാൻ കാണിക്കുന്നതായിരിക്കും. ഹായ് ഓൾ, ഐ എം ബാക്ക്. സോ ഇതാണ് സെക്കൻഡ് പീസ്. ഞാനപ്പം മുമ്പേ കാണിക്കാമെന്ന് പറഞ്ഞായിരുന്നു. ചെയിൻ 1 ചെയ്യുക. ഇതിന് നമുക്ക് 30 സെൻറ്റിമീറ്റർ ഒന്നും എടുക്കണ്ട, ഒരു കുറച്ച് ലെങ്ത് എടുക്കുക, ജസ്റ്റ് കട്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഈ കട്ട് ചെയ്തതിനെ ഞാൻ എങ്ങനെ ഊരിയെടുക്കേണ്ടത്, ഇങ്ങനെ ഒന്ന് പുള്ളി ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇങ്ങനെ മാക്സിമം ടൈറ്റ് ചെയ്യുക. സോ അതവിടെ സെക്യൂറായി, ഇനി അത് ഊരി പോകത്തില്ല, ടൈറ്റായി. സോ നമുക്കിങ്ങനെ 2 പീസ് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഈ ലെങ്ത് ഇവിടെ കൂടുതലായിട്ടിട്ട് അതിൻ്റെ ടോപ്പ് പോർഷൻ നമ്മൾ ആ ബോയുടെ മേലത്തെ ഇങ്ങനെ റൗണ്ടാക്കി വെക്കുന്ന പോർഷനാണ്. ഇത് അതിൻ്റെ താഴത്തെ ഇങ്ങനെ ടെയിലായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന പോർഷനുമാണ്. ഓക്കെ, സോ നമുക്ക് ഈ ലെങ്ത് കൂടിയതിൻ്റെ ഇത് നമുക്കൊന്ന് തയ്ച്ച് ഇങ്ങനെ റൗണ്ട് ആക്കണം. അപ്പം അതിന് നമുക്ക് ആദ്യം അതിനൊരു നീഡിലാണ് വേണ്ടിയത്. ഓക്കെ, ഞാൻ ഈ നീഡിലാണ് എടുക്കുന്നത്. എന്നിട്ട് നമുക്കിത് ഇതിൽ കൂടെ കയറ്റാം. ഓക്കെ, അത് കയറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ എൻഡും ഇതും കൂടെ ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് ഈ എൻഡിൽ നിന്നാണ് തുടങ്ങാം തയ്ക്കാൻ. സോ ഇതിൽ കൂടെ കയറ്റി അതിൻ്റെ ഇവിടുത്തെ ഇതിൻ്റെ ഈ എൻഡിലോട്ട് അങ്ങനെ മറ്റേ എൻഡ് വരെ തയ്ക്കുക. ഇങ്ങനെ വലിച്ചു പിടിച്ച് ചെയ്യുക, മിസ്സാകി പോവാതെ കറക്റ്റ് എൻഡിൽ കൂടാണോ ചെയ്യുന്നതെന്നൊക്കെ നോക്കി. ഇതാണ് നമ്മുടെ ഫൈനൽ എൻഡ്. അതും ഇതുകൂടെ. ഓക്കെ ഓക്കെ, ഡൺ. എന്നെ ഒന്ന് ടൈറ്റ് ആക്കുക. അപ്പം നമുക്ക് ഇതിനെ ഇങ്ങനെ ഒരു റൗണ്ട് ഫോമിൽ കിട്ടിയിട്ടുണ്ട്. ഈ തയ്യൽ ഇപ്പം നമ്മൾ തയ്ച്ചതിങ്ങനെ മിഡിലാക്കുക. ഓക്കെ, ഉണ്ടോ? ഇനി നമുക്ക് ഈ സൂചി ഇതിൽ നിന്ന് തന്നെ ഊരിക്കളഞ്ഞേക്കാം. എന്നിട്ട് മിഡിലാക്കിയിട്ട് ഇതിനെ ഇങ്ങനൊന്ന് റാപ്പ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇത് വെച്ചൊന്ന് കെട്ടിക്കൊടുക്കാം. ഇങ്ങനെ ഒരു അറ്റത്തായിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. എന്നിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് മുറുക്കുക കേട്ടോ. നല്ല കറക്റ്റ് ഫിറ്റ്. അത് കറക്റ്റ് നടുക്കാണോ നോക്കുക. നടുക്കല്ലെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത്. ഓക്കെ, ഇതിപ്പം ഏകദേശം നടുക്കാൻ തോന്നുന്നു. ദെൻ പിന്നെയും
വലിക്കുക, ടൈറ്റ് ആക്കുക. ഒന്നുകൂടെ നമുക്ക് ടൈറ്റ് ആക്കിയേക്കാം. ഓക്കെ. ഇനിയും ഈ സെക്കൻഡ് ടെയിൽ പോർഷൻ്റെ നമുക്ക് ഈ 2 എൻഡ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ടാക്കി വിടാം, കാണാത്ത പോലെ. സോ അതിന് വേണ്ടി പിന്നെയും ഇതിൻ്റെ നൂല് കയറ്റുക ഈ നീഡിൽ കൂടി. ഓക്കെ, ഞാനത് നീഡിൽ കയറ്റിയിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ഈ അകത്തൂടെ കയറ്റി വിടുക. ഇങ്ങനെ ഓരോ സ്റ്റിച്ചിൻ്റെയും പതിയെ ടൈം എടുത്ത് ഓരോന്നിൻ്റെയും അകത്തൂടെ ഇങ്ങനെ ചെയ്താൽ മതിയേ. ഹറി, അപ്പുറത്ത് വരാതെ വൃത്തികേടാകാത്ത പോലെ, ഇതിൻ്റെ നടുക്കൂടെ സ്റ്റിച്ചിൻ്റെ അകത്തൂടെ പോകുന്ന പോലെ. ഞാനിപ്പോൾ ഇത്രയും കയറ്റിയിട്ടുണ്ട്, അത്രയും ഞാൻ ചെയ്യുന്നുള്ളൂ. എന്നിട്ട് ഇതിനെ വലിച്ചെടുക്കുന്നു. ഒത്തിരി ടൈറ്റ് ആക്കാതിരിക്കുക. ഇവിടെ ഒന്ന് പിടിച്ചേക്കുക. എന്നിട്ട് ഈ നൂലേന്ന് ഏതെൻഡാണോ വരുന്നത് അതിനെ വലിച്ചെടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ തിരിച്ച് ഒന്നുകൂടെ ഇതിൽ കൂടെ വിടണമെങ്കിൽ വിടാം. ഞാനിപ്പം ജസ്റ്റ് ഒരു ബോയല്ലേ, അതുകൊണ്ട് ഞാൻ അത്രയും ചെയ്യുന്നില്ല. എന്നിട്ട് ഇതിനെ ഒന്ന് ഒത്തിരി വലിഞ്ഞു പോയെങ്കിൽ ഇങ്ങനെ ഒന്ന് വലിച്ച് സെറ്റാക്കുക. ദെൻ ഇതിൻ്റെ ഈ എൻഡ് കട്ട് ചെയ്യുക. ഇച്ചിരി തുമ്പ് പോലെ നിൽക്കണ്ട കേട്ടോ. ഓക്കെ, അതിനെ കറക്റ്റായിട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ സൈഡും നമുക്ക് ചെയ്യാം. അത് ഞാൻ ഇച്ചിരി സ്പീഡിൽ കാണിച്ചേക്കുവാണേ. അപ്പോൾ അത് ക്ലിയർ ആയെന്ന് മനസ്സിലാകുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ 2 എൻഡും നമ്മൾ സെക്യൂർ ആക്കിയിട്ടുണ്ട്, ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. ഇനിയും നമ്മുടെ ബോ എടുക്കാം. സോ നമ്മുടെ ഈ ടെയിൽ സെക്ഷനെ നമ്മൾ നേരെ നടുക്ക് വെച്ച് ഇങ്ങനെ മടക്കണം. ഓക്കെ, മീൻസ് നമുക്ക് അതിൻ്റെ ആ മിഡിൽ പോർഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ജസ്റ്റ് ഇതിനെ ഇങ്ങനെ ഒന്ന് മടക്കുക. ഓക്കെ, എന്നിട്ട് നമ്മുടെ ബോയുടെ മേളിലത്തെ പോർഷൻ ഇങ്ങനെ വെച്ചിട്ട് ഇനി നമുക്കിതിനെ കെട്ടാവേ. അത് കറക്റ്റായിട്ട് ഇങ്ങനെ മടങ്ങിയെന്ന് ഉറപ്പ് വരുത്തുക. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് ഇതിൻ്റെ ഈ മേളിലത്തെ പോർഷൻ വെക്കുമ്പോൾ നമ്മളിവിടെ കെട്ട് വരുത്തിയ ഭാഗം അടിയിലാക്കാനും ശ്രദ്ധിക്കുക. പിന്നെ ബോ രണ്ടും ഒരുപോലെ ഒരു സൈസ് ആണോ എന്ന് നോക്കുക. അല്ലെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ കെട്ടാൻ പോകും. അല്ലെങ്കിൽ പിന്നെ ഇത് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഊരാൻ പറ്റില്ലല്ലോ. സോ മറ്റേ എൻ്റെ അവിടെ കിടന്നോട്ടെ. ഇത് തീരുന്നിടം വരെ 1-2 തവണ ഇങ്ങനെ ചുറ്റുക. ഒന്ന് രണ്ടല്ല, അത് തീരുന്നിടം വരെ. ഓക്കെ, എന്നിട്ട് മറ്റേ എൻഡ് വെച്ച് ഇതിനെ കെട്ടുക. നല്ല ടൈറ്റാക്കി കെട്ടുക, അത് ലൂസായി പോകാതെ. ഓക്കെ, 1 ആൻഡ് ഒന്നുകൂടെ കെട്ടിയേക്കാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇനിയും ഈ 2 എൻഡിനെയും മിച്ചമുള്ള ഇന്ന് ഇങ്ങോട്ട് വലിച്ച് ഈ സൈഡിലോട്ടാക്കിയതാണ്, ഈ ബാക്കിലോട്ട്. എന്നിട്ട് മുമ്പേ ചെയ്ത പോലെ ഈ സ്റ്റിച്ചിൻ്റെ അകത്തൂടെ നമുക്കങ്ങ് കയറ്റി വിടാം. ഞാനിതിൻ്റെ ഈ കുഞ്ഞ് എൻഡുള്ളതിനെ എനിക്ക് ഇച്ചിരി കിട്ടിയുള്ളൂ. നമ്മളത് അത്രയും ട്രൈ ചെയ്തുകൊണ്ടാണ്. എന്നിട്ട് അതിനെ നമുക്ക് ഇതുവഴി കയറ്റി വിടാം. ഇത്രയും മതിയാകും. എന്നിട്ട് വലിച്ചങ്ങെടുക്കുക. ബാക്കി എൻഡിനെ കട്ട് ചെയ്യുക. സെയിം ഈ സൈഡിൽ. സൂചിക്ക് ഇച്ചിരി ഹോൾ വലിപ്പം ഉള്ളത് എടുക്കുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇത്രയും തിക്നെസ് ഉള്ള നൂലാണെങ്കിൽ
പെട്ടെന്ന് കയറി വരും. ഇന്നലെ ഞാൻ ഈ കുഞ്ഞത്ത് ചെയ്തപ്പോഴത്തേക്ക് തിക്നെസ് അല്ല, ഹോളിൻ്റെ വലുപ്പം കുറവായിരുന്നു. സോ കുറച്ച് പാടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇന്ന് വലിപ്പമുള്ളത് നോക്കിയെടുത്ത. Okay, that's it. എന്നിട്ട് ആ എൻഡ് കട്ട് ചെയ്ത് കളയാം. സോ നമ്മുടെ ബോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോ ഇത് രണ്ടുമാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇതിന്ന് നിങ്ങളെ കാണിച്ചാണ്. ഇത് 4 സിംഗിൾ ക്രോഷേ വെച്ചും ഇത് 2 സിംഗിൾ ക്രോഷയും വെച്ചും. അതാണ് അതിൻ്റെ മെയിൻ ഡിഫറൻസ്. പിന്നെ ലെങ്ത്ത് ഞാൻ രണ്ടിനും ഒരുപോലെ. നിങ്ങൾക്ക് ഈ താഴോട്ട് വരുന്ന ലെങ്ത്ത് കുറയ്ക്കണമെങ്കിൽ ചെയിൻ ചെയ്തതിൻ്റെ എണ്ണം കുറച്ചാൽ മതി. ഇതിപ്പോൾ നമ്മൾ 22 അല്ല ചെയ്തത്, അതൊരു 18 ഒക്കെ ചെയ്താൽ നിങ്ങൾക്ക് ഒരു ഇത്രയും ലെങ്ത്തിൽ കിട്ടും. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ. ഇതൊന്നെങ്കിൽ നിങ്ങൾക്ക് കീ ചെയിനായിട്ടൊക്കെ യൂസ് ചെയ്യാം. ക്രിസ്മസിനൊക്കെ ആണെങ്കിലും ഈ റെഡ് കളർ നല്ലതാണ്. ഇറ്റ്സ് അപ് ടു യു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു നെക്സ്റ്റ് ടൈം. ബൈ.